ദേശീയപാതയിൽ മരം വീണ് ഗതാഗതത്തിന് തടസ്സമുണ്ടായി. കണ്ണൂർ പള്ളിക്കുന്നിലാണ് മരം വീണിരിക്കുന്നത്. വൈദ്യുതി ലൈനിലേക്കാണ് മരം വീണതെന്നും ഈ പൂപ്പറമ്പയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ ഈ പറയുന്ന മരം വീണ സ്ഥലത്തുണ്ട്. എന്താണ് അരുൺ പൂപ്പറമ്പ സംഭവിച്ചത്, പറയൂ. SKN ദേശീയപാത 66 പള്ളിക്കുതിലാണ് ഇപ്പോൾ ഈ മരം വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മരം റോഡിന് കുറുകെയായി വീണ് ഒരു വശത്തെ ഭാഗത്താണ്, റോഡിൻ്റെ ഒരു വശത്താണ് കുറുകെ മരം വീണിട്ടുള്ളത്. ഇപ്പോൾ ഗതാഗതം ഇവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് ഈ മരം പൊട്ടി വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വശത്തോടുള്ള വാഹനങ്ങൾ പതിയെ കടത്തിവിട്ടിട്ടുണ്ട്. കുറച്ച് സമയമായി ഇരു ഭാഗങ്ങളിലും വാഹനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തായാലും ആരംഭിക്കുകയാണ്. നമുക്കറിയാം തിരക്കുള്ള സമയമാണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണ്. അതിനിടെയാണ് ഈ വൈദ്യുതി ലൈനിലേക്ക് ഈ മരം, റോഡിനരികിലുള്ള മരം പൊട്ടി വീണത്. കണ്ണൂർ പള്ളിക്കുന്നിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന വൈദ്യുതി പോസ്റ്റ് കാണാം. അതിൻ്റെ ലൈനിലേക്കാണ്, അതിൻ്റെ കമ്പിയിലേക്കാണ് ഈ മരം പൊട്ടി വീണത്. പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇരു ഭാഗങ്ങളിലും റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മരം മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ആകുകയുള്ളൂ. ഇപ്പോൾ ഈ വൈദ്യുതി ലൈനിലെ വൈദ്യുതി പ്രവാഹമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് അപകടാവസ്ഥയില്ല. പക്ഷേ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നൊരു സമയമായതുകൊണ്ട് തന്നെ വലിയ ഗതാഗത തടസ്സം ദേശീയപാതയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി ഇത് മുറിച്ചു മാറ്റിയാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും. SKN. താങ്ക് യു അരുൺ പൂപ്പറമ്പ.